ഡിയേഴ്സ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഓപ്പറേഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്തത് ഡാറ്റ ഓപ്പറേഷൻസ് ആണ്. ഏതൊക്കെ തരം ഡാറ്റ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങളിപ്പോൾ നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എണ്ണം കിട്ടും. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് മാത്രമേ ഞാൻ അതിൽ പറയുന്നുള്ളൂ. ഏതൊക്കെ ഡാറ്റ ഓപ്പറേഷൻസ് ആണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതെടുക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ലാബ് ചെയ്യുന്ന സമയത്തും യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. The data appearing in our data structures are processed by means of certain operations. മെയിനായിട്ട് 4 തരത്തിലുള്ള മേജർ റോൾസ് ഉണ്ട്. മേജർ റോൾസുള്ള ഓപ്പറേഷൻസ് ആണ്. അതായത് ഫോളോയിങ് 4 ഓപ്പറേഷൻസ് പ്ലേ മേജർ റോൾ ഇൻ ദ ടെക്സ്റ്റ്. നമ്മളുടെ ഈ ഒരു പാർട്ടിൽ ഏറ്റവും മേജർ റോളുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഈ 4 ട്രാവേഴ്സിങ്, സെർച്ചിങ്, ഇൻസേർട്ടിങ്, ഡിലീറ്റിങ്. ട്രാവേഴ്സിങ്, സെർച്ചിങ്, ഇൻസേർട്ടിങ്, ഡിലീറ്റിങ്. ഈ 4 മേജർ റോൾ ഉള്ളത്. പിന്നെ 2 വരുന്നുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും അത് എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാതിരിക്കും കഴിയില്ല, ആവശ്യമുള്ളത് തന്നെയാണ്. കോമൺ ആയിട്ട് എപ്പോഴും നിങ്ങളുടെ പ്രോഗ്രാമിൽ അങ്ങനെ ചോദിക്കുന്നത് തന്നെയാണ്. പക്ഷേ സ്പെഷ്യൽ സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്യുന്നതാണ് സോർട്ടിങ്ങും മെർജിങ്ങും. നിങ്ങൾക്ക് സോർട്ടിങ്ങും മെർജിങ്ങും ഒക്കെ തന്നെ അൽഗോരിതം എഴുതാനുള്ളതും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വഴി നമുക്ക് ചെയ്ത് നോക്കേണ്ടതുമായ കാര്യങ്ങളാണ് സോർട്ടിങ്ങും മെർജിങ്ങും. അപ്പോൾ മെയിനായിട്ടുള്ളത് 4 എന്ന് പറയുന്നത് ട്രാവേഴ്സിങ്, സെർച്ചിങ്, പിന്നെ ഇൻസേർട്ടിങ്, ഡിലീറ്റിങ്, അങ്ങനെയുള്ള 4. പിന്നെ വരുന്നത് സോർട്ടിങ്ങും മെർജിങ്ങും. അങ്ങനെ സ്പെഷ്യൽ സിറ്റുവേഷനിൽ യൂസ് ചെയ്ത് 2. അങ്ങനെ ഈ 6 നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എന്താണ് ട്രാവേഴ്സിങ് എന്നത് ഡീറ്റെയിലായിട്ട് നമ്മൾ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് എന്താണ് ട്രാവേഴ്സിങ്, എന്താണ് സെർച്ചിങ്, എന്താണ് ഇൻസേർട്ടിങ്, എന്താണ് ഡിലീറ്റിങ്, എന്താണ് സോർട്ടിങ്, എന്താണ് മെർജിങ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്താണ് ട്രാവേഴ്സിങ്? Accessing each record exactly once so that certain items in the record may be processed. ഒരേ സമയം ഒരു റെക്കോർഡ് മാത്രം ആക്സസ് ചെയ്യുന്ന രീതിയാണ് ട്രാവേഴ്സിങ്. ആക്സസിങ് ഈച്ച് റെക്കോർഡ് എക്സാക്ട്ലി വൺസ് സോ ദാറ്റ് സർട്ടൻ ഐറ്റംസ് ഇൻ ദ റെക്കോർഡ് മേ ബി പ്രോസസ്ഡ്. അതായത് മെയിനായിട്ട് പറയുന്ന ട്രാവേഴ്സിങ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ വീണ്ടും ആ റെക്കോർഡ് വരുമ്പോൾ എന്താണ് ഇത് ഓൾറെഡി ഉണ്ട് എന്നുള്ള ഒരു സിസ്റ്റം പറയും. അതുകൊണ്ട് എന്താണ് ഒന്ന് മാത്രമേ ഒരേ ഫയൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അതാണ് ട്രാവേഴ്സിങ്. ആക്സസിങ് ഈച്ച് റെക്കോർഡ് എക്സാക്ട്ലി വൺസ്, ഒറ്റ പ്രാവശ്യം മാത്രമേ ഓരോ റെക്കോർഡും എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ പ്രോസസ്സ് ചെയ്യപ്പെടുള്ളൂ. അതാണ് ട്രാവേഴ്സിങ്. ഇനി സെർച്ച് ഇപ്പോൾ അതൊക്കെ വാക്ക് തന്നെ. ട്രാവേഴ്സിങ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാക്ക് ഒരു പരിചയമില്ലാത്തൊരു വാക്കായിരിക്കും. അതേസമയം സെർച്ചിങ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു ഫയലിൽ എവിടെയാണെന്നുള്ളത് സെർച്ച് ചെയ്യുന്ന രീതിയാണ് സെർച്ച്. ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് ദ റെക്കോർഡ് വിത്ത് ദ ഗിവൺ കീ വാല്യൂ ഓർ ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് ഓൾ റെക്കോർഡ് വിത്ത് സാറ്റിസ്ഫൈ 1 or more കണ്ടീഷൻ. എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കീ വെച്ചുകൊണ്ട് ഒരു ഫയലിൻ്റെ ലൊക്കേഷൻ, റെക്കോർഡിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്ന രീതിയാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഒരു ഡാറ്റാബേസ്, അവിടെ നിങ്ങളെ മനസ്സിലാവാൻ ഏറ്റവും ഈസിയായ രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്റ്റുഡൻറ്റ് നെയിം ഉണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും, കോഴ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ കോഴ്സ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒരേ കോഴ്സ് ആയതുകൊണ്ട് തന്നെ സെർച്ച് ഇൽ നോട്ട് പോസിബിൾ. ആ സമയം പേര് കൊടുക്കാം. ഇന്ന ഡാറ്റാബേസിൽ നെയിം എന്ന് പറയുന്നത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ റോൾ നമ്പർ അതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസാണ്. ഒരാൾക്ക് ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, റിപ്പീറ്റഡ് അല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അതൊക്കെയാണ് നമ്മൾ കീ വാല്യൂസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് പറയാം. അതായത് ഒരു ഫയൽ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഫയലുകൾ വേണം. അങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ ഒരു ബാങ്ക് എംപ്ലോയീസിൻ്റെ കേസിലാണ് ഇത്ര സാലറീൻ്റെ മുകളിലുള്ള ഫയലൊക്കെ കിട്ടണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇത്ര സാലറി ഗെറ്റർ ദാൻ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാലറിൻ്റെ മുകളിലുള്ളവർ മാത്രം ഡിസ്പ്ലേ ചെയ്യും. അത് കണ്ടീഷൻസാണ്. അപ്പോൾ അതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത കീയോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസോ വെച്ചുകൊണ്ട് ഫയൽ ഫൈൻഡ് ചെയ്യുന്ന രീതിയാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ഫയൽ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ആഡ് ചെയ്യുക. ഫയൽ എന്ന് പറയുന്നത് റെക്കോർഡാണ്. കാരണം ഫയൽ എന്ന് പറയുമ്പോൾ ഫയലിലെ സരിത രൂപമായല്ലോ.
അപ്പം റെക്കോർഡ് ആഡ് ചെയ്യുന്ന രീതിയാണ് ഇൻസേർട്ടിങ്. അതേപോലെ ഡിലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി ഉള്ള സ്ട്രക്ചറിൽ നിന്നും ഒരു ഇത് എന്താ പറയുക, റെക്കോർഡ് ഡിലീറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഡിലീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ 4 കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 4 ഡാറ്റ സ്ട്രക്ചർ ഓപ്പറേഷൻ. പിന്നെ പറയുന്നത് സ്പെഷ്യൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന 2 ഓപ്പറേഷൻസാണ് സോർട്ടിങ്ങും മെർജിങ്ങും. ഇത് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്, ഇതെല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരുന്ന സിലബസുകളിൽ, അതായത് വരുന്ന മോഡ്യൂളുകളിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എന്താണ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാൻ വേണ്ടി മാത്രം. അതിൽ ബാക്കി വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുക, വാക്ക് തന്നെ അറിയാം, അറേഞ്ചിങ് ദ റെക്കോർഡ്സ് ഇൻ സം ലോജിക്കൽ ഓർഡർ, എന്തെങ്കിലും ഓർഡറിൽ. അത് ചിലപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാവും. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താവും, നിങ്ങൾ കൊടുത്ത റെക്കോർഡ് എ മുതൽ സെഡ് വരെയുള്ള ആ ഒരു ഓർഡറിൽ, ഡിക്ഷണറിയിലെ ഓർഡറിൽ ആയിരിക്കും, അല്ലെങ്കിൽ നമ്പേഴ്സിൻ്റെ ഓർഡറിലായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഡേറ്റിൽ എന്തോ ആവട്ടെ. ആ സോർട്ടിങ്ങിന് ഒരു മാനദണ്ഡം, ഒരു ലോജിക്കൽ ഓർഡർ ഉണ്ടായിരിക്കും, ലോജിക്കൽ കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓർഡർ ചെയ്യുന്ന രീതിയാണ് സോർട്ടിങ്. മെർജിങ്, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആ പേര് തന്നെ, ഒന്നിൽ കൂടുതൽ റെക്കോർഡുകളെ കൂട്ടിച്ചേർത്ത് ഒറ്റ ഫയലാക്കുന്ന രീതിയാണ് മെർജിങ്. കമ്പൈനിങ് ദ റെക്കോർഡ്സ് ഇൻ 2 ഡിഫറെൻറ്റ് സോർട്ടഡ് ഫയൽസ് ഇൻ എ സിംഗിൾ സോർട്ടഡ് ഫയൽ. 2 വ്യത്യസ്ത സോർട്ടഡ് ഫയലിനെ ഒരൊറ്റ സിംഗിൾ സോർട്ടഡ് ഫയലാക്കുന്ന രീതിയാണ് മെർജ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡാറ്റ ഓപ്പറേഷനിൽ ബേസായിട്ട് പഠിക്കാനുള്ളത്. 4 ഡാറ്റ ഓപ്പറേഷൻസും സ്പെഷ്യൽ സിറ്റുവേഷൻ ഉപയോഗിക്കുന്ന 2 ഡാറ്റ ഓപ്പറേഷൻസും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.